ഇന്നത്തെ വീഡിയോയിൽ മാനിഫെസ്റ്റിംഗ് യൂസിങ് വിഷ്വലൈസേഷൻ എന്നുള്ള കാര്യം നോക്കാം. വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് മനസ്സിനെ കുറേ കള്ളങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്നല്ലാതെ ഒരിക്കലും നമ്മൾക്കതിനെ ഒരു ജീവൻ കൊടുക്കാൻ സാധിക്കില്ല. അതിനെ പ്രോപ്പറായിട്ടുള്ളൊരു പ്രാണിക് എനർജി ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് വേറെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ചില എൻജിനീയറിങ് നമ്മൾക്കിവിടെ ആവശ്യമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഏകദേശ രൂപമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെറ്റ് ഗോ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം, അതായത് യൂണിവേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ കറക്റ്റായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം. അതൊരു തരത്തിൽ ലെറ്റ് ഗോ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡിസയറായിട്ട് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും, ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഓട്ടോമാറ്റിക്കലി അത് എവിടെ എത്തിക്കും? നെഗറ്റിവിറ്റിയിലേക്കും ഒരു തരം പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്കും എല്ലാവരും എത്തിക്കും. നമ്മൾക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് പോസിറ്റീവായിട്ട് ജീവിക്കാൻ, അല്ലേ? ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ഒരു പരിധിയുണ്ട്, ഒരു പരിധി ഉണ്ടാവണം എല്ലാവർക്കും. അല്ലാതെ എല്ലാത്തിലും എനിക്ക് പോസിറ്റീവ് പറഞ്ഞ് നടന്നാൽ അവരെക്കാളും വലിയൊരു വിഡ്ഢി ഉണ്ടാവില്ല. പോസിറ്റീവോ നെഗറ്റീവോ അല്ല, റിയാലിറ്റി, സത്യം, അതിനാണ് വാല്യൂ. നിങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും രണ്ടുപേരും ഒരേ റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂണിവേഴ്സിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ ലെറ്റ് ഗോ തന്നെയാണ്. എനിക്ക് അതായത് ഇങ്ങനെ യൂണിവേഴ്സിനോട് പറയാണ്, കഴിഞ്ഞ വീഡിയോ കാണാത്തവരത് കാണാം, അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതായത് എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഡിസയറെക്കുറിച്ച് ഒരു കാര്യം എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കിതാണ് ഇഷ്ടം, പക്ഷേ ഇതെങ്ങനെ കൊണ്ടുവരണമെന്നോ ഇതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതെനിക്ക് യോജിച്ചതാണോ എന്നോ എനിക്കതിനുള്ള ഒരു അർഹത, കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് എന്നെ എങ്ങനെ എത്തിക്കണം എന്നുള്ളൊരു പാത നീ കാണിച്ചതാ. കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ കപ്പാസിറ്റി നേടാനുള്ള എല്ലാ ട്രെയിനിങ്ങും നീ എനിക്ക് താ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ഷോർട്ട് ഫോർമാറ്റ്, ആപ്ലിക്കേഷൻ. ഇനി ഇതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ദർ ഈസ് എ വേർഡ് CI. AI കേട്ടിട്ടുണ്ടാവും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇവിടുത്തെ വേർഡ് എന്താണ്? മാനിഫെസ്റ്റേഷന് വേണ്ട വേർഡ് എന്താണ്? CI, കോസ്മിക് ഇൻ്റലിജൻസ്. AI അല്ല, CI, കോസ്മിക് ഇൻ്റലിജൻസ്. അപ്പോൾ എന്താണ് ഈ സാധനം? നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്തിനാണ് CI എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ആവശ്യം? ഇങ്ങനെ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തെ എന്താ കൺട്രോൾ ചെയ്യുന്നത്? തലച്ചോറാണ്. ഇതിനെയാണ് ബ്രെയിൻ എന്ന് വിളിക്കുക. ഫുൾ ശരീരത്തെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ, തലച്ചോറാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ സെൻട്രൽ പോയിൻ്റ്. ഇനി ഒരു കമ്പ്യൂട്ടർ എടുത്തോളൂ, അതിൻ്റെ ബ്രെയിനായിട്ട് എന്താ അറിയപ്പെടുന്നത്? CPU. നമ്മൾക്ക് അടിപൊളി മോണിറ്റർ ഉണ്ട്, സൂപ്പറായ കീബോർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. CPU ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന എല്ലാ മാനിഫെസ്റ്റേഷനെയും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ സൃഷ്ടിയെയും കൺട്രോൾ ചെയ്യുന്നത്, ഇവിടെ എന്തുണ്ടാവണം, എപ്പോൾ ഉണ്ടാവണം, എങ്ങനെ ഉണ്ടാവണം, ഏതുവരെ ഉണ്ടാവണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ CI ആണ്, കോസ്മിക് ഇൻ്റലിജൻസ് ആണ്. ചിലവരതിനെ ദൈവം എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ കോമൺ ആയിട്ട് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ മാനിഫെസ്റ്റേഷനിലുള്ളവർ എപ്പോഴും അതിനെ CI എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഒന്നുമില്ല, മനസ്സിനൊരു ക്ലാരിറ്റിയോടെ അതിനെ അറിയാനാണ്, വേറൊന്നുമില്ല. CI, കോസ്മിക് ഇൻ്റലിജൻസ്, പ്രപഞ്ചത്തിൻ്റെ CPU, പ്രപഞ്ചത്തിൻ്റെ ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ, നമ്മൾ യൂണിവേഴ്സിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ CIയിലൂടെയാണ് സഞ്ചരിക്കുക. ഞാനിതൊക്കെ ഒരു എക്സാമ്പിളായിട്ടാണ് കേട്ടോ പറയണത്, ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് CIയിലൂടെയാണ് സഞ്ചരിക്കുക. നമ്മളൊരു വലിയൊരു ഓഫീസിൻ്റെ മുമ്പിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കില്ലേ, അതേപോലെ യൂണിവേഴ്സിന് നമ്മളിത് സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിസയർ പോകുന്നത് CIയിലേക്കാണ്, കോസ്മിക് ഇൻ്റലിജൻസിലേക്കാണ്. ഈ കോസ്മിക് ഇൻ്റലിജൻസ് ആണ് നിങ്ങളുടെ കപ്പാസിറ്റി എത്ര, നിങ്ങളുടെ കാർമിക് എഫക്റ്റുകൾ എത്ര, നിങ്ങളുടെ കർമ്മചക്രം എങ്ങനെയാണ്, നിങ്ങളുടെ ഓരോ ജന്മങ്ങളും നിങ്ങൾ എന്തിനാണ് ജനിക്കുന്നത്, എന്തൊക്കെ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാനാണ് ജനിക്കുന്നത്,
ഈ ഒരു വ്യക്തി പറയുന്നു എനിക്ക് ഡിസയർ വേണമെന്ന്, അതിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാൾക്ക് ഈ ജന്മത്തിൽ ഇത് സാധ്യമാകുമോ? സാധ്യമാകുമെങ്കിൽ അതെങ്ങനെ ഇവർക്ക് ചെയ്തു കൊടുക്കണം, ഇവരെ ഏതിലൂടെ കടത്തിക്കൊണ്ടുപോകണം, ഇത് മുഴുവൻ തീരുമാനിക്കുന്നത് CI ആണ്, കോസ്മിക് ഇൻ്റലിജൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് അഫർമേഷൻ പോലെ വിഷൻ ബോർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലൂടെ വന്ന ടെക്നിക്സാണ്. ഞാനാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൊരു പാസീവ് ഈഗോയിൽ നിന്ന് വന്നതാണ്. ആക്റ്റീവ് ഈഗോ അല്ല, പാസീവ് ഈഗോ. നമ്മളെ നൈസായിട്ട് യൂണിവേഴ്സിനെ തലി കൊണ്ടിട്ടു അല്ലേ. അഫർമേഷൻ ഡെയിലി എഴുതുന്നു, ഇമ്പോസിഷൻ എഴുതുന്ന പോലെ. ആൻഡ് വി ഹോപ്പ്, നമ്മൾ വിചാരിക്കുന്നു യൂണിവേഴ്സ് അത് നടത്തിത്തരും. ഇവിടെ സീക്രട്ട് എന്താ? ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു ട്രാപ്പ് എന്താണ്? ഞാനാണത് നേടിയെടുക്കുക എന്നുള്ള അഹങ്കാരമാണ്. സൂക്ഷിച്ച് നോക്കൂ, ശരിയല്ലേ? ഐ എം ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഐ ഹാവ് എ പാർട്ട്ണർ, എനിക്ക് ഇങ്ങനത്തെ പാർട്ട്ണർ ഉണ്ട്. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? യു ആർ ഫോഴ്സിങ് അല്ലേ? എന്തോ നിങ്ങളവിടെ എഴുതുന്ന വേഗവും നിങ്ങളവിടെ എത്രത്തോളം എഴുതുന്നു എന്നുള്ളൊരു എണ്ണവും അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ വന്നു കഴിഞ്ഞു. നിങ്ങളാണ് മാനിഫെസ്റ്റർ എന്നായി. നോ. ഒരു കാര്യം ആലോചിക്കുക. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, കാരണം അവരുടെ ഈഗോ ഒന്ന് കൊണ്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് നോക്കിയാൽ മതി. ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഈ മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സി, അതറിയുമെന്ന് വിചാരിക്കുന്നു. മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സി അല്ലേ, അതിലെ ഒരു മൺതരിയാണ് സോളാർ സിസ്റ്റം, മറക്കരുത്. ഈ ഗാലക്സി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു മൺതരിയാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തിലെ ഒരു മൺതരി മാത്രമാണ് മിൽക്കി വേ ഗാലക്സി. ആ ഗാലക്സിൻ്റെയും മൺതരിയാണ് സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റത്തിലെ പിന്നെയും ഒരു മൺതരിയാണ് ഭൂമി, അതിൻ്റെയും മൺതരിയാണ് മനുഷ്യൻ. അതാദ്യം മനസ്സിലാക്കുക. ഈ പൊടി, ഈ ഒരു മൺതരി, ഈ മൺതരിയാണോ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിൾ കാര്യം ആലോചിച്ചാൽ മതി. അതോടെ നിങ്ങളുടെ അഹങ്കാരം അവിടെ തീരും. ഞാനാണ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസൊക്കെ പഠിപ്പിച്ചാണല്ലേ, നിങ്ങളാണ് ദ മാനിഫെസ്റ്റർ. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളൊരു ചാനലാണ്. അതായത് നിങ്ങൾ ഡിസയർ ചെയ്തില്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല, അതൊരു സത്യമാണ്. നിങ്ങളിപ്പോൾ ഡിസയർ ചെയ്തില്ലെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ അല്ലേ. നിങ്ങൾക്കൊരു ഡിസയർ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഡിസയർ ചെയ്തത് കൊണ്ട് നിങ്ങളാണത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നും ഇവിടെ പറയാൻ സാധിക്കില്ല. നമ്മൾക്ക് അപ്ലൈ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം ഇതെപ്പോൾ സംഭവിക്കണം, എങ്ങനെ സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ ഫാക്ടറാണ് CI, കോസ്മിക് ഇൻ്റലിജൻസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ്, അത് ഞാനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ അഫർമേഷനാണ്, എൻ്റെ വിഷ്വലൈസേഷനാണ്, എൻ്റെ വിഷൻ ബോർഡാണ്, എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചിൻ്റെ ടെക്നിക്കാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ടെക്നിക്സ് ഉണ്ടല്ലേ, ഹോപ്പോനോപ്പോ, ദിസ് ആൻഡ് ദാറ്റ്, കാൻഡിൽ മാജിക്, ഇതാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു ബിലീവ് സിസ്റ്റം ആദ്യം തകർക്കുക. പെട്ടെന്ന് ഡിസയർ മാനിഫെസ്റ്റ് ആവണം എന്നുള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ ഈഗോ പിടിച്ചിരുന്നുള്ളൂ, നോ പ്രോബ്ലം. വേണമെന്നുള്ളവർ മാത്രം മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ശക്തിയാണ് CI, കോസ്മിക് ഇൻ്റലിജൻസ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മൺതരിയുടെ ഒരു മൺതരി ഡിസയർ, ഇത് നോക്കൂ, നിങ്ങൾക്കാണ് ആ ഡിസയർ വലിയൊരു സംഭവം. പ്രപഞ്ചത്തിന് അതൊന്നും അല്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ കണ്ണിൽ ഒരു 100 വർഷം പോലും തികച്ച് ജീവിക്കാൻ പറ്റാത്ത വർഗമാണ് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരുടെ എന്തോ വലിയ സംഭവമാണ് ആഗ്രഹം. അവർക്ക്, യൂണിവേഴ്സിനല്ല, നമുക്ക് നമ്മുടെ ആഗ്രഹം എന്തോ വലിയ സംഭവമാണ്. അത് മാനിഫെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ദേഷ്യവും ഒരു വലിയ ഒരു ഈഗോ ആണ് നമ്മൾക്ക്. ഡു യു തിങ്ക് ഇതിനെ യൂണിവേഴ്സ് കാര്യമാക്കുന്ന? മൈൻഡേ ചെയ്യില്ല, ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. ഈ പ്രപഞ്ചത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ള ഒരു തരം ബീയിങ്സാണ് യോഗികൾ. അവരെ നമിക്കുന്നു, അവരെ പ്രാർത്ഥിക്കുന്നു, അവരെ 3-4 നേരം ജപിക്കുന്നു. അവർക്ക് ജപത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ജപിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനത്തെ ഒരു ഹൃദയമുണ്ട്. അവർക്കറിയാം ഈ പ്രകൃതിയുടെ നിയമം, അവർക്കറിയാം പ്രപഞ്ചത്തിൻ്റെ നിയമം. ഇതിനെ ധിക്കരിച്ചു കൊണ്ടല്ല അവിടെ ജീവിക്കേണ്ടത്, അതിനൊപ്പമാണ് ജീവിക്കേണ്ടതെന്ന്. അതറിയാതെ ജീവിക്കുന്ന എല്ലാവരും വിഡ്ഢികളായിട്ട് തന്നെ ജീവിക്കും. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോൺസെപ്റ്റും. നിങ്ങളാണ് ദ സുപ്രീം ക്രിയേറ്റർ. പിന്നെ അതിൻ്റെ മറ്റൊരു കോൺസെപ്റ്റ് കോ ക്രിയേഷൻ, യൂണിവേഴ്സിൻ്റെ ഒപ്പം. അതും കുറേ തെറ്റുകൾ അതിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഇൻ്റലിജൻസിനെ മാറ്റിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇൻ്റലിജൻസിനെ CI ആയിട്ട് കണക്ട് ചെയ്യണം.
എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ഇപ്പോൾ 2 രീതിയിൽ നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ പേഴ്സണൽ എനർജി ഈ പറയുന്ന CI ആയിട്ട് കണക്റ്റ് ആവാറുണ്ട്. ഒന്ന്, ലെറ്റ് ഗോ ചെയ്യുമ്പോൾ. ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരാഗ്രഹം വേണം പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു, അവസാനം നിങ്ങൾക്ക് ഒരുപാട് സങ്കടമായി, കാര്യം നടക്കുന്നില്ല, എന്ത് നോക്കിയിട്ടും സംഭവം വർക്കാവുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എനിക്ക് മടുത്തു എന്ന് പറയും, അല്ലേ? എനിക്ക് വയ്യൻ ഇതിൻ്റെ പിന്നാലെ നടക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യും. ഉടനെ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ ആ ഒരു ആഗ്രഹത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതിനെ സഹായിക്കുന്ന ആൾക്കാർ വരും, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകങ്ങൾ വരും, അതിനെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് നിങ്ങൾ കാണും, അങ്ങനത്തെ വീഡിയോസ് കാണും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ അങ്ങനെ ഒന്നായിരിക്കും, അല്ലേ? അങ്ങനെ നിങ്ങളിലേക്ക് ഓരോരോ സംഭവങ്ങൾ യൂണിവേഴ്സായിട്ട് ഇട്ട് തരും. എന്തുകൊണ്ട് ഇവിടെ നടന്നത്? ലെറ്റ് ഗോ. നിങ്ങൾ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എവിടെ കണക്റ്റായി? നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ്, ഈഗോ എന്ന് പറഞ്ഞ സാധനത്തിന് ഡിറ്റാച്ച് ആയിട്ട് CI, കോസ്മിക് ഇൻ്റലിജൻസ് ആയിട്ട് കണക്റ്റായി. അവിടെ കണക്റ്റ് ആവുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഗൈഡൻസ് വരുന്നത്. നീ ഇത് ചെയ്യ്, ഈ പുസ്തകം വായിക്കുക, ഈ വീഡിയോ കാണുക, ഈ ആളെ വിളിക്കുക, ഈ പ്രാക്ടീസ് ചെയ്യ് എന്നുള്ള പല ഇൻറ്റ്യൂഷൻസ് നമുക്ക് വരുന്നത്. നീ ഇത് ചെയ്യ്, ഇത് ചെയ്യണ്ട, ഇത് അറ്റംപ്റ്റ് ചെയ്യണ്ട, ഈ പരീക്ഷ എഴുതി നോക്ക്, അല്ലെങ്കിൽ ഒന്നുകൂടെ എഴുതി നോക്ക്, അല്ലെങ്കിൽ ഈ ബുക്ക് എടുത്ത് പഠിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ലൈഫിൽ ഒരുപാട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴല്ല ഡിസയർ ജയിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം മടുത്തിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ പോലെ, അല്ലേ, ഒരു അവസാനത്തെ ഒരു പ്രതീക്ഷ പോലെ ഒരു വെളിച്ചം ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ഈ CI. നിങ്ങൾ നിങ്ങളുടെ ഇൻ്റലിജൻസ് മാറ്റിവെക്കുമ്പോൾ, ഞാനൊന്നും അല്ല, എനിക്ക് വയ്യ എന്ന് മടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങളവിടെ നിങ്ങളുടെ ഈഗോനെ നശിപ്പിക്കുകയാണ്. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ഈഗോനെ വലിച്ചെറിയാണ്. ഉടനെ CI ടേക്ക് ഓവർ ചെയ്യും. ഈ കോസ്മിക് ഇൻ്റലിജൻസ് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഏറ്റെടുക്കും. ഹാക്ക് ചെയ്യുന്ന പോലെയാണ്, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഹാക്കിംഗ്. നമ്മളെ ഈ യൂണിവേഴ്സ് ഹാക്ക് ചെയ്യാൻ സമ്മതിക്കണം, എന്നാലേ ജീവിതം അത്ര സ്മൂത്തായിട്ട് പോവുള്ളൂ. ഇതൊരു സത്യമാണ്. ഞാനാണെല്ലാം, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. യൂണിവേഴ്സിനെ ഏറ്റെടുക്കാൻ സമ്മതിക്കണം. നമ്മളുടെ ഇൻ്റലിജൻസിനെ യൂണിവേഴ്സ് ഹാക്ക് ചെയ്യാൻ സമ്മതിക്കണം. അങ്ങനത്തെ സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രതീക്ഷകൾ വരുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവിടെ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം നശിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും അതെൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നില്ല, എൻ്റെ ഏറ്റവും വലിയ ആപത്തായിരുന്നു എന്ന്. ഒരുപക്ഷെ അത് നടന്നായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുളമായേനെ എന്ന്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട്, അല്ലേ? എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഭാഗ്യം നിങ്ങൾക്ക് വന്നത്? എന്തുകൊണ്ട് ആ സംഭവം സക്സസ്ഫുൾ ആയത്? നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തു. അപ്പോൾ കോസ്മിക് ഇൻ്റലിജൻസ് അവിടെ വന്നു. ഇതാണ് ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ. ഇങ്ങനെ CI ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്, ടെമ്പററി ആണ്. ശരിയല്ലേ? ഓർത്ത് നോക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? എല്ലാ സമയത്തും നിങ്ങൾക്ക് മാജിക് സംഭവിക്കാറുണ്ടോ? എല്ലാ സമയത്തും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ വരാറുണ്ടോ? എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളെ ഏറ്റെടുത്ത് സഹായിക്കാറുണ്ടോ? ഇല്ല. ജീവിതത്തിൽ വളരെ റെയറായ സിറ്റുവേഷനിൽ. അതാണ് ഇതിൻ്റെ കുഴപ്പം. ലെറ്റ് ഗോ ചെയ്ത് മടുത്തുകൊണ്ട് നിങ്ങൾ ഇതിനോട് കണക്റ്റ് ആയാൽ ആ കണക്ഷൻ ടെമ്പററി ആയിരിക്കും. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹോട്ട്സ്പോട്ട് വൈഫൈ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ്. അവനത് ഓഫ് ചെയ്താൽ കഴിഞ്ഞു, അല്ലേ? വൈഫൈ പിന്നെ നമുക്ക് ഡാറ്റയോ ഇല്ല, ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് ഇത്. അതെപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അത് പോവും, അതിൻ്റെ ഇഷ്ടത്തിന് അത് പോവും. അപ്പോഴാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ലെറ്റ് ഗോയിലൂടെ അല്ല കണക്റ്റ് ആവേണ്ടത്, വിൽഫുള്ളി, ഇൻറ്റൻഷനലി, പ്രോപ്പറായിട്ട് ഒരു ഹാബിറ്റായിട്ട് അതിനോട് കണക്റ്റ് ആവണം. ഇപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് എപ്പോഴും നിങ്ങൾ സംസാരിക്കാറുണ്ട്, അല്ലേ? ഈവൻ അവർ ദൂരെയാണെങ്കിലും അടുത്തില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും മെസ്സേജിങ് ആപ്പിലൂടെയൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അവർക്ക് എപ്പോഴും നിങ്ങൾ അവരോട് കണക്റ്റായിട്ട് നിൽക്കാറുണ്ട്. ഇത് തനിയെ സംഭവിക്കുന്നതാണോ? നിങ്ങൾക്ക് ജീവിതം എടുത്തിട്ടാണോ അവർക്ക് മെസ്സേജ് അയക്കുന്നത്? ലെറ്റ് ഗോ ചെയ്തിട്ടാണോ മെസ്സേജ് അയക്കുന്നത്? അല്ല. എല്ലാ ദിവസവും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ബോധപൂർവം ഒരു ഹാബിറ്റ് പോലെയാണ് നിങ്ങൾ ആ CIയോട് കണക്റ്റ് ആവുന്നത്, ശരിയല്ലേ? CI അല്ല, നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കണക്റ്റ് ആവുന്നത്, ശരിയല്ലേ? അതേപോലെ ദെൻ ഈ ഒരു കണക്ഷൻ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ടോ? ഇല്ല.
നിങ്ങളായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങളായിട്ട് വേണമെന്ന് വെച്ച് കണക്ട് ചെയ്യുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത കണക്ഷനും ഉണ്ട്, പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഈ രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ എപ്പോഴും ശ്രമിക്കും. രണ്ടുപേരും സ്വന്തം ഇൻറ്റൻഷൻ ഇട്ടിട്ടാണ് അവർ കണക്റ്റ് ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ ഒരുപാട് കാലം നീണ്ടു നിൽക്കും, ചിലപ്പോൾ മരിക്കുന്നവരെ നീണ്ടു നിൽക്കും. കാരണം എന്താ? നിങ്ങളുടെ ജീവിതം മടുത്തപ്പോഴല്ല അവരെ മീറ്റ് ചെയ്തത്, നിങ്ങൾ വേണം വെച്ചിട്ട് അവരോട് എപ്പോഴും കണക്ട് ചെയ്യാണ്. അതേ തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ്, അതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. ലെറ്റ് ഗോ ചെയ്ത് സിയയോട് കണക്റ്റ് ആയാൽ ടെമ്പററി ആയിരിക്കും, പക്ഷേ ബോധപൂർവം എനിക്ക് വേണമെന്ന് പറഞ്ഞൊരു ഡെയിലി ഹാബിറ്റ് ആക്കിയിട്ട് ഈ കോസ്മിക് ഇൻ്റലിജൻസ് ആയിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ, അതൊരു നിങ്ങളുടെ ഹാബിറ്റായി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് എങ്ങനെയാണോ ഡെയിലി മെസ്സേജ് അയച്ച് അവരോട് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ സിഐ ആയിട്ട് ഡെയിലി നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. അതിനുള്ള വഴി എന്താണ്? മെഡിറ്റേഷൻ. കേൾക്കുമ്പോൾ പേടിക്കണ്ട, അയ്യോ ഇനി ഞാനിപ്പോൾ യോഗിയാവണോ, ഹിമാലയത്തിൽ പോകണോ, കൈലാസത്തിൽ പോകണോ? നോ, അത് എഗെയിൻ ഒരു തെറ്റിദ്ധാരണയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ ഭ്രാന്താണ്, മെഡിറ്റേഷൻ ചെയ്യുന്നവരൊക്കെ സന്യാസികളാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നവരൊക്കെ എന്തോ അമിതമായ ആത്മീയ ആളുകളാണ്. അല്ല, നിങ്ങൾ ആത്മീയം പോലെ ആവണ്ട, നിങ്ങൾ യോഗയെ ചെയ്യണ്ട, ധ്യാനം ചെയ്തിരിക്കണം. അത് യോഗയല്ല കേട്ടോ. യോഗ എന്ന് വിളിക്കുന്നത് ഒരു കോമ്പിനേഷനാണ്. ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് യോഗ. ഏതെങ്കിലും ഒന്നെടുത്ത് ചെയ്താൽ യോഗയാവില്ല, അത് അതിൻ്റെ ഒരു സിംഗിൾ ഫാക്ടർ മാത്രമാണ്. ഇവിടെ മെഡിറ്റേഷൻ മാത്രം. നിങ്ങൾ ഓൾറെഡി പല കോച്ചസിൻ്റെ ക്ലാസ്സിൽ പോയിട്ടും പല യൂട്യൂബ് വീഡിയോസിലൊക്കെ നിങ്ങൾ എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ്റെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആ മെഡിറ്റേഷൻ അല്ല ചെയ്യേണ്ടത്. കണ്ണടയ്ക്കൂ, ആഗ്രഹം വിഷ്വലൈസ് ചെയ്യൂ, അങ്ങനെയല്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് യൂണിവേഴ്സിനോട് ഓപ്പണായി സംസാരിക്കുക. രാത്രി മതി, വേറൊന്നും ചെയ്യണ്ട. അഫർമേഷൻ എഴുതണ്ട, വിഷ്വലൈസേഷൻ ചെയ്യണ്ട, വിഷൻ ബോർഡ് വേണ്ട, ഒരു കോട്ട് സൂട്ട് ഇട്ട് സാർക്ക് നിങ്ങൾ ഒരു ചില്ലി കാശ് കൊടുക്കണ്ട. ഡെയിലി നൈറ്റ് ആ ആകാശമായിട്ട് കണക്ട് ചെയ്യുക. അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ. ആകാശമായിട്ട് ആ നൈറ്റായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ ഓപ്പണായി സംസാരിക്കുക, ഒരു കള്ളമില്ലാതെ സംസാരിക്കുക, മതി, കഴിഞ്ഞു. ദിസ് ഈസ് യുവർ റിയൽ ഡിസയർ സെറ്റിംഗ്. ഇവിടെയാണ് ഡിസയർ ഫിക്സ് ചെയ്യുന്നത്. അതിന് നടക്കണമെങ്കിലോ നമ്മൾ പറഞ്ഞു പ്രാണൻ വേണം അല്ലേ? അതിന് ഓൾറെഡി ഞാൻ യോഗ സാധന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ടും കമ്പൈൻഡാണ്. മെഡിറ്റേഷൻ വേണം. ഡെയിലി ഒരു ഹാബിറ്റ് പോലെ ഈ CI ആയിട്ട് കോസ്മിക് ഇൻ്റലിജൻസ് ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അപ്പോൾ പണിയെടുക്കാതെ കിട്ടില്ല അല്ലേ കേശി? ഇല്ല. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഒന്നും പണിയെടുക്കാതെ കിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് പലരും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു കാര്യവും നമ്മൾ പണിയെടുക്കാതെ കിട്ടില്ല. ഈ പണി നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്. കഷ്ടപ്പെട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യാം. അതിൽ സ്മാർട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡയറക്റ്റ്ലി കണക്റ്റിംഗ് ടു CI. ഡെയിലി വെറും ഒരു 10-15 മിനിറ്റ് ഡെയിലി ഒരു ഹാബിറ്റായിട്ട് ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെ സെൻറ്റേർഡായിട്ട് വളരെ കാമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോസ്മിക് ഇൻ്റലിജൻസ് നിങ്ങളിലൂടെ ഡെയിലി ഫങ്ഷൻ ആവും. എപ്പോഴും ജീവിതം മടുക്കുമ്പോൾ മാത്രം നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾ പറയാറില്ലേ ഏതോ ഒരു ശക്തി എന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നു, ഞാൻ എത്രയോ പ്രാവശ്യം തോറ്റവരാണ്, ഞാൻ എത്രയോ പ്രാവശ്യം വീണ ആളാണ്, എത്രയോ പ്രാവശ്യം ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയ ആളാണ്, പക്ഷേ ഏതോ ഒരു ശക്തി എന്നെ രക്ഷിക്കുന്നുണ്ട്, ഏതൊരു ശക്തി എന്നെ കാക്കുന്നുണ്ട്, ഏതൊരു ശക്തി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഏതോ ഒരു ശക്തിക്ക് ഇനി ഒരു പേരുണ്ട്. എന്താണ്? CI, കോസ്മിക് ഇൻ്റലിജൻസ്. അത് നിങ്ങൾ വീഴുമ്പോൾ മാത്രം വർക്കായാൽ മതിയോ? മടുക്കുമ്പോൾ മാത്രം വർക്കായാൽ മതിയോ? ലെറ്റ് ഗോ ചെയ്യുമ്പോൾ മാത്രം വർക്കായാൽ മതിയോ? നിങ്ങൾ അവസാനം ഈ ജീവിതത്തോട് ടാറ്റ പറയാൻ നിൽക്കുമ്പോൾ മാത്രം വർക്കായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഡെയിലി വർക്കാവണം. ഓക്കെ, ഫോർ ദാറ്റ് യു നീഡ് മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ഓക്കെ, എനിക്കറിയാം, ഞാൻ പല മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ KG പറയുന്ന CI മെഡിറ്റേഷൻ എന്താണ് ഈ സാധനം? എങ്ങനെയാണിത് ചെയ്യുക? നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. വളരെ ഉടനെ തന്നെ, ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ചാനലിൽ വരാൻ പോകുന്നത് CI മെഡിറ്റേഷൻ ആയിരിക്കും, കോസ്മിക് ഇൻ്റലിജൻസ് മെഡിറ്റേഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുകയും ആ ആഗ്രഹങ്ങളെ കോസ്മിക് ഇൻ്റലിജൻസ് ആയിട്ട് CI ആയിട്ട് കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ. ഒരു റൂളുകളും ഇല്ലാത്ത, ഒരു എലിജിബിലിറ്റിയും ഇല്ലാത്ത, ഒരു സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രിക്ട്നെസ്സും ഇല്ലാത്ത
സിമ്പിളായ മാനിഫെസ്റ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷൻ. ഉടനെ തന്നെ ഞാൻ ഈ ചാനലിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഇന്ന് ചാനൽ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ആദ്യം പണ്ടൊന്നല്ല ഒരു 3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും അത് 1K ആയി കഴിഞ്ഞു. സോ ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലൊന്ന് സ്ട്രോങ് ആവട്ടെ, അതിനുശേഷം ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള കോൺസെപ്റ്റുകളിലേക്കും നിങ്ങൾ അതിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഓരോ ടെക്നിക്കുകളിലേക്കും ഞാൻ കൊണ്ടെത്തിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇനി പാലിക്കാം. ഓക്കെ, അപ്പോൾ CA ആയിട്ട് കണക്ട് ചെയ്യാനുള്ള മെഡിറ്റേഷൻ ഉടനെ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. ആരെങ്കിലും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. അല്ലാത്തവർ വെയിറ്റ് ഫോർ ഇറ്റ്. ഉടനെ തന്നെ ആ മെഡിറ്റേഷൻ ചാനലിൽ വരുന്നതായിരിക്കും.